ഹലോ ഗായ്സ്, ഞാനിവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ളി മത്തങ്ങയും മാത്രം പച്ചക്കറിയായിട്ട് ഇട്ടുള്ള ഒരു വറുത്തരച്ചിട്ടുള്ളൊരു അടിപൊളി സാമ്പാറാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. ഇത് പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പാണ്. ഇതൊരു 200 ഗ്രാം പരിപ്പാണ് ഇതിൽ വേവിച്ച് വെച്ചത്. അതിന് ഉള്ളി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ഉള്ളി ഏകദേശം ഒരു 250 ഗ്രാമോളം ഉള്ളി വേണം. അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുക്കുക. വേറെ ഒന്നും ഇതിലിട്ട് ഇടുന്നില്ല, ഉള്ളി മാത്രമായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് അരഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ അതിലോട്ട് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ടാണ് ഉലുവ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി എന്ന് വെച്ചാൽ വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ മത്തങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയ തീയിൽ അടച്ച് വെക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ചതിന് ശേഷമാണ് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൽ താളിച്ചിടാം കേട്ടോ. അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ താളിക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് കുറച്ച് വേണ്ടവരാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം പകലെടുക്കുക വെച്ചാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.